ഉന്നരിവാളം വിളിയില് കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. വിളിയില് കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ വോയിസിൽ ഇത്രയും ബ്രില്യന്റ് റെൻഡിഷൻ ഓഫ് ദി സോങ് ഞാൻ കേട്ടിട്ടില്ല. ഉഴുതു മറിച്ചു. തണുപ്പുള്ള ഒരു അക്ഷരം. തണുത്തിട്ട് വരയ്ക്കണത് ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. എന്റെ അമ്മൂമ്മക്കുട്ടിയുടെ വോയിസ് പവർഫുൾ ആണത്. ഹൈദരാബാദിൽ ഇവിടെ കൊച്ചി വരെ ഇങ്ങനെ ഒരൊറ്റ സെക്കൻഡ് ഉണ്ട് മിന്നൽ പോലെ ഇവിടെ. അമ്മൂമ്മക്കളി അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. കാറ്റേ നീലാംബരി കാറ്റേ
കൊഞ്ചലൊരുക്കി മലയാളത്തിന്റെ മനം കവർന്ന കുട്ടി കുറുമ്പ് കൂട്ടിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുസൃതി കൂട്ടിലെ സ്നേഹമണിമുത്തുകൾക്ക് അനുഗ്രഹമേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ. സ്വരവിഹായസിൽ വിസ്മയ രാഗവിരുന്നൊരുക്കാനെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട നേഹൽ. വെൽക്കം സ്നേഹൽ ഊട്ടി ഓൺ സ്റ്റേജ്. നാടൻ പെൺകുട്ടിയായിട്ടാണല്ലോ വരവ്. അതെ, എന്താ വിശേഷം ഇന്ന് പ്രത്യേകിച്ച്? ഡ്രാമ സോങ് പാടാൻ പോകുന്നു. ആണോ? അതാണ് ഇങ്ങനെ വന്നിരിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കൊള്ളാം, ചേരണുണ്ട് കേട്ടാ നന്നായിട്ട്. ഏതാണ് ഡ്രാമ സാങ്ക്? പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ. ആഹാ, ഈ പാട്ടിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചോ? പിന്നെയും ആഹാ, പിന്നെയും ഇങ്ങനെ കൂലം കഷമായിട്ട് ആലോചിച്ചോ? പിന്നെയും ആഹാ, എല്ലാം ആഹാ. ഇപ്പൊ മൊത്തം ആഹാ പാട്ടാണ്. താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് ദിസ് ക്ലാസിക് ഹിയർ. കേട്ടോ, ഭയങ്കര സന്തോഷമാണ് ഇത് എപ്പോ ഈ പാട്ട് കേട്ടാലും. അപ്പൊ സ്നേഹൽ അടിച്ചു കലക്കൂ. അതെ, പൊളിച്ചെടുക്കൂ. അടിച്ചു പൊളിക്കൂ. ഓൾ ദി ബെസ്റ്റ്. കൺകുളിര
സ്നേഹലേ, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരേണ്ടി വന്നു. എന്താ കാര്യം? എന്താ പാട്ട് കുട്ടിയുടെ? കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? എന്താ പാട്ട്? അയ്യോ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ പാട്ട് പാടാൻ പറ്റുമോ? അതെ അതെ അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ വോയിസിൽ, നമ്മുടെ കുഞ്ഞിന്റെ വോയിസിൽ അത് വന്നപ്പോൾ എസ്പെഷ്യലി ഇത്രയും ബ്രില്യൻറ്റ് റെൻഡിഷൻ ഓഫ് ദി സോങ് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഫീമെയിൽ വോയിസിലാണ്. ഞാൻ നമ്മുടെ ശ്രീരാമേട്ടൻ, തിരുവനന്തപുരത്ത് ശ്രീരാമേട്ടൻ അസാധ്യമായിട്ട് ഇത് പാടും. എൻ്റെ ഗുരുനാഥൻ ദേവരാം മാസ്റ്ററാണ് സംഗീതവും, ദേവരാം മാസ്റ്ററാണ് ഇത് പാടിയിരിക്കുന്നത്. ശ്രീരാമേട്ടൻ പാടുമ്പോൾ കുറച്ച് ദേവരാജ മാഷിന്റെ ശബ്ദം പോലെ ഇരിക്കും. അതാണ്, ഇത് ദേവരായ മാസ്റ്ററുടെ ശബ്ദം സ്നേഹലിലൂടെ ഇന്ന് എനിക്ക് കേൾക്കാൻ പറ്റി. നമുക്കത് ആ ഒരു ഫീലാണ് ഉണ്ടായത്. അത് ഇവിടെയാണ് വെക്കണേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല അത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇത് കേട്ടോണ്ടിരിക്കുക എൻ്റെ ഹൃദയത്തിൽ. സ്നേഹലിന്റെ ശബ്ദം, എൻ്റെ ഗുരുനാഥന്റെ ശബ്ദം സ്നേഹലിലൂടെ. സൂപ്പർ ഇറ്റ് ഈസ്. പഴയ കാലത്ത് ദേവരാം മാസ്റ്റർ BA എക്കണോമിക്സ് ആണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അതിൽ ഒരു പേപ്പർ, ഹിന്ദി പേപ്പർ അദ്ദേഹത്തിന് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹമുറിയനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു അബ്ബാസ് എന്ന് വിളിക്കുന്ന ഒരു ഇബ്രാഹിം കുട്ടിയാണ്. അപ്പോൾ ഈ പാട്ട് ആ സമയത്ത് കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ മാഷിങ്ങനെ പാടി, പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ പാടി. അപ്പോൾ ഉടനെ പുള്ളി അബ്ബാസ് ചോദിച്ചു, അളിയ ഈ ഗണ്ണെറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അദ്ദേഹത്തിന് കേട്ടപ്പോഴത്തേക്ക് അത് കണ്ണെറിയുന്നത് ഗണ്ണെറിയുന്നു എന്ന പോലെ തോന്നി. അപ്പോൾ മാസ്റ്റർ എപ്പോഴും പറയും, അതായത് നമ്മൾ പാടുമ്പോഴത്തേക്കും വളരെയധികം ഗായകരൊക്കെ ശ്രദ്ധിക്കണം. അവർ പാടുന്ന ഓരോ അക്ഷരവും കൃത്യമായിട്ട് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊണൗൺസ് ചെയ്ത് പാടണം. അതിനും ഒരു കൈഡി കൊടുക്കണം. കാരണം സ്നേഹൽ ഓരോ വാക്കുകളും എടുത്തു പറഞ്ഞു, നല്ല പുത്തിരി നെല്ല് വിളഞ്ഞ പോലെ അത്രയും നമ്മളെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവിടെ ടോപ്പ് സിംഗറിന്റെ വേദിയില്ല, അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള ആൾക്കാരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ ഏതോ കാലത്ത് ഇങ്ങനെ എവിടെയോ ഇരിക്കുന്ന പോലെ അവിടുന്ന് ദേവരായ മാസ്റ്ററുടെ ശബ്ദം ഒരു സ്ത്രീ ശബ്ദത്തിൽ കേൾക്കുന്ന പോലെ. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റെൻഡിഷനാണ്. ആൻഡ് യു ഡിസേർവ് ദ അൾട്ടിമേറ്റ്. കേട്ടോ, ഉഴുതു മറിച്ചു. ഉഗ്രനായിരുന്നു. അതാ ദേവരാജ മാഷ് പാടിയ അതേ ഫീൽ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നു നെഹലിൻ്റെ വോയിസിലൂടെ, നെഹലിൻ്റെ പാട്ടിലൂടെ. ഓക്കെ, കലക്കി, പറയാൻ വാക്കുകളില്ല. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാണ്ടാണ് നമ്മൾ ഇവിടേക്ക് ഓടി വന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എനർജി ഇപ്പോഴും പോയിട്ടില്ല നമുക്ക്. ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല, കൊതി തീരെ കേട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യത്തെ ആഡ്ലിബില്ലേ, അത് ഒന്നുകൂടെ നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് അത് സ്നേഹൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് അടുത്തുനിന്ന് കേൾക്കണം. ആ ലൈറ്റും നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സിന്ധു മേഡത്തിന് എന്താ പറയാ, സിന്ധു ഒന്ന് ആ ലൈറ്റ് അതുപോലെ ആക്കി കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. സബാഷ്. നമോ വാകം. നല്ല വോയിസും ആട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വോയിസും ആണ്. ഈ പാട്ടിന് ശരിക്കും ഇങ്ങോട്ട് മാച്ചായി. ഓരോ അക്ഷരത്തിനും സംഗീതമുണ്ടെന്ന് മാസ്റ്റർ തെളിയിക്കുന്നുണ്ട്. ഓരോ അക്ഷരത്തിനും ആ ഓരോ അക്ഷരത്തിലുള്ള സംഗീതം അതേപടി ഇപ്പൊ കൊണ്ടുവന്നു. ദാറ്റ് ഇസ് വണ്ടർഫുൾ. ഐ ആം പ്രൗഡ് ഓഫ് യു. Me too. So Snehal is going to be awarded the ultimate, that's golden crown today.
ജഡ്ജസ്. താങ്ക് യു നെഹലുട്ടി. ടാറ്റാ. ചോദ്യമൊന്നുമില്ലേ? ചോദ്യം ഒരെണ്ണുണ്ട്. ഞാൻ ചോദിച്ചോ? ഏറ്റവും തണുപ്പുള്ള ഒരു അക്ഷരം. ആഹാ. പറയ് രണ്ടുപേരും. വാക്കല്ലേ? അല്ലല്ല, അക്ഷരം. ഒരു ലെറ്റർ ആണ്. ഒരു ലെറ്റർ ആണ്. തണുത്തിട്ട് വരയ്ക്കണത് അതൊന്നല്ല. ഓ പിന്നെ അതൊന്നല്ല. ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുന്ന ഒരു അക്ഷരമാണ്. അറിയാമായിരിക്കും. അറിഞ്ഞൂടാ? അറിയാവോ? ഐസ്ലാൻഡാണോ? അക്ഷരം ഒരു അക്ഷരാണ്. ഐസ്ലാൻഡ് എന്ന ഒരു വേർഡല്ലേ? ഞാൻ പറഞ്ഞേന്. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ഓഹോ, വേറെ ആർക്കെങ്കിലും അറിഞ്ഞൂടാ? ഞാൻ ജയിച്ചു. ഞാൻ പറയട്ടെ. ബി. ബീച്ചാ? അല്ല, എയ്ക്കും സിക്കും നടുക്കിരിക്കുന്നത്. അതായത് എ സിക്ക് നടുക്കിരിക്കുന്നോണ്ട് ബി എപ്പോഴും തണുത്ത് കുറച്ചിരിക്കുക. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. വരൂ. എല്ലാരും ഷോയിലേക്ക് തിരിച്ചു വരൂ. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ. എവിടുന്നാന്നറിയാവോ വിളിക്കാൻ പോകുന്നേ? എവിടുന്നാ? ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ അമ്മുമ്മ കുട്ടീനെ, നമ്മുടെ വൈഷ്ണവി കുട്ടീനെ ഇപ്പൊ ഇവിടെ ഫ്ലോറിൽ കൊണ്ടുവരാണ്. ഹലോ ചക്കരേ. How are you? Good. അച്ഛടാ, എന്തൊക്കെ വിശേഷങ്ങൾ അവിടെ? എന്തൊക്കെ വിശേഷങ്ങൾ? ഇവിടെയൊക്കെ കൊറോണ നിലവിലുണ്ട്. ഞാൻ അമ്മ ഇപ്പൊ ഹൈദരാബാദിലാ. ആണോ? ഓക്കെ. എന്തോ പാട്ട് പാടാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഓക്കെ. അപ്പൊ കണ്ണ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോണേ? ഞാൻ ഇന്ന് പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന പാട്ടാ പാടാൻ പോകുന്നത്. നന്നായിട്ട് പാടണേ. നാടകഗാനത്തിന്റെ റൗണ്ടിലാ പാടുന്നത്. അപ്പൊ എണീറ്റ് നിന്നാണ് പാടാൻ കേട്ടോ. എണീറ്റ് നിന്ന് പാടിക്കോണേ കേട്ടോ. അസലായിട്ട് പാടണേ കണ്ണ. എത്ര നാളായി പാട്ട് കേട്ടിട്ട്. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ അമ്മമ്മക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ. ഇപ്പൊ മോനെ സുഖമാണെന്നൊന്നും കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ. അതെ, ഞാൻ ചോദിച്ചേ മധുങ്ങളുടെ അടുത്തും എം ജെ ഞങ്ങളുടെ അടുത്തും ചോദിക്കേ. മോനെ സുഖാണോ? ഓക്കെ, അപ്പൊ അസലാക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മീനാക്ഷി ചേച്ചി. ഓക്കെ ചക്കരേ. ഒരു പൂവിൻ വേദന
അമ്മൂമ്മക്കുട്ടിയുടെ വോയിസ് പവർഫുൾ ആണല്ലേ. അതെ അതെ. ഒരു ചെറിയ പവർ എന്നല്ല, പവർഫുൾ ആണ്. താങ്ക് യു സർ. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ കൊച്ചി വരെ ഇങ്ങനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മിന്നൽ പോലെ ഇവിടെ എത്തി. താങ്ക് യു സർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് അറിയാമോ? ഞാൻ ആരോടായി ചോദിക്കുന്നത്, എന്തിനാണാവോ ചോദിക്കുന്നത്. ലൈറ്റ് ഇല്ലേ, ലൈറ്റ്, ലൈറ്റിന് ഭയങ്കര വെലോസിറ്റിയാണ്. ലൈറ്റ് പെട്ടെന്ന് എത്തുന്നത് അതുകൊണ്ടാണ്, പെട്ടെന്നാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ മിന്നൽ ആദ്യം വന്നിട്ട് ഇടി പിന്നെ വരുന്നത്. എന്തുകൊണ്ടാ അത് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ മിന്നൽ ആ ലൈറ്റിന്റെ സ്പീഡ് ഭയങ്കര സൗണ്ടിന്റെ സ്പീഡിനേക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ സമയത്താണ് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും അതിവിടെ നമ്മുടെ അടുത്ത് എത്തുന്നത് ആദ്യം ലൈറ്റും പിന്നെ സൗണ്ടുമാണ്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അതുപോലെ ഒരു ചെറുതായിട്ടൊക്കെ മനസ്സിലായി. ചെറുതായിട്ട് ഞാൻ തോറ്റ്. അപ്പൊ അതാണ് ഒരു മിന്നൽ സൗണ്ടാണ് നമ്മുടെ അമ്മൂമ്മ കുട്ടീസിന്റെ. മിന്നിച്ചു. താങ്ക് യു സർ. പാട്ട് മിന്നിച്ചല്ലേ? അതെ, പാട്ട് മിന്നിച്ചു. മിന്നിച്ച് കേട്ടാ. പൂവനങ്ങൾക്കറിയാമോ പൂവിൻ വേദന അല്ലേ? ആ അറിയാമോ എന്ന് പാടുന്നത്, വേദന എന്ന് പാടുന്നത്, രണ്ടും ഇത്രയും ഓപ്പൺ ആയിട്ട് പാടണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടൊന്ന് പാടി കേൾപ്പിക്കാം. ഓക്കെ. പൂവനങ്ങൾക്കറിയാമോ ഒരു അറിയാമോ അങ്ങനെ പാടണത്. പൂവനങ്ങൾക്കറിയാമോ അത്ര മതി. ആ, പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന. അത് വേദന, അത് സോഫ്റ്റ് ആയിട്ട് പാടും. വേദന പൂവിൻ വേദന വേദന അല്ലേ? ആ, അപ്പൊ അത് പാടുമ്പോഴത്തേക്കും എല്ലാം അറിയാമോ, വേദന, ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ സർ. രണ്ട് ചരണവും നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പുഞ്ചിരി പുഞ്ചിരി വിടരും നിന്നെ എന്ന് പാടി. ആ നിന്നെ പാടിയത് സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. എങ്ങനെയാണ് പാടി? ഒന്നോട് പാടി കേൾപ്പിക്കോ. പുഞ്ചിരി വിടരും മുമ്പേ നിന്നെ പിച്ചറിഞ്ഞു. ആ ഇപ്പൊ കൊള്ളാം, പക്ഷെ നേരത്തെ ഗംഭീരം കേട്ടാ, ഗംഭീരം. താങ്ക് യു സർ. ആ അച്ഛൻ എന്താ പറയണത്? അച്ഛനവിടെ ദുബായില് ഇടയ്ക്ക് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അതൊന്നും സാരമില്ല. ഹൈദരാബാദാണോ കൊച്ചിയാണോ ഇഷ്ടം? ചോദ്യം. എനിക്ക് കൂടുതലും കൊച്ചി. ഹൈദരാബാദ്. അപ്പൊ നമ്മള് കട്ടീസാണ്. അല്ല, കട്ടീസാണ്. അങ്ങനെയൊന്നുമില്ല. ഹൈദരാബാദിൽ ഇരിക്കണ ഇഷ്ടം, ഇവിടെ കൊച്ചി വന്ന് ഇവിടെ എന്നെ മധുവിനൊന്നും കാണുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. കട്ടീസ് 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 കട്ടീസ്. ഈ മിണ്ടീസ് ഇല്ല. കട്ടീസ് വിൻഡീസ് ഉണ്ട്. ഇല്ല, കട്ടീസാണ്. കട്ടീസ് കട്ടീസ് അല്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാന് സ്കിപ്പിംഗ് ചെയ്യാറുണ്ടെന്നു. ആണോ? അതാണ് ചെറുതായിട്ടൊന്നും മെലിഞ്ഞിട്ടുണ്ട്. അതെ. ഇല്ല, എന്തോ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. എപ്പോ? ഞാൻ എന്റെ എക്സസൈസ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അമ്മൂമ്മക്കളി എന്തോ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. സൂപ്പർ. നേരത്തെ പറഞ്ഞ ഭാഗം നിന്നെ, അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടായി. കുട്ടനങ്ങൾ പാടിപ്പിച്ചില്ലേ? ആ അത് ആ ഭാഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. പിന്നെ കുറച്ച് ഫീൽ കൊടുക്കണം ചില സ്ഥലങ്ങളില്. ഓക്കെ സർ. അത് കുഞ്ഞു പ്രായമല്ലേ, അമ്മ കുഞ്ഞല്ലേ. അപ്പൊ എന്തായാലും കലക്കി, ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. ആന്ധ്ര മീൽസ് കഴിക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ വീട്ടില് തന്നെയാ. എനിക്ക് ഇവിടെ വെളിയിലൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല, ഇവിടെ കൊറോണ. മധുവിൻകൾ എപ്പോ പോയാലും മദ്രാസിൽ പോയാലും ആന്ധ്ര മീൽസാ കഴിക്കുക. ഓ, അച്ചാറുകളൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ അമ്മൂമ്മക്കുട്ടി, എന്തോ നമുക്ക് ആർക്ക് പൂക്കുറ്റി കൊടുക്കണം? എം ജി സാറിന്. എം ജി അണ്ണന് അല്ലേ? ആ, എം ജി അണ്ണന് ഹായ് പറഞ്ഞോ. ഹായ് എം ജി സർ. അപ്പോ വൈഷ്ണവിക്കുട്ടി is going to be awarded a double wow today. Thank you. 5 wow, 4 wow, 3 wow, 2 wow. 1 wow, 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 1
വരട്ടെ അങ്ങനെ ഒരു MG അണ്ണൻ പുകുതി. അപ്പൊ വൈഷ്ണവി കുട്ടി, എന്തോ? അപ്പൊ അടുത്ത പാട്ടൊക്കെ പഠിച്ചിട്ട് വേഗം റെഡിയായി വായോട്ടോ. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ, സീ യു. ബൈ ബൈ. ബൈ ബൈ. സീ യു. ബൈ ബൈ. മിണ്ടീസ്. ബൈ ബൈ. എന്റെ ഇടയ്ക്ക് കട്ടീസ്. ഓക്കെ അത് നന്നായി. മിണ്ടീസ്. ടാറ്റാ, ബൈ ബൈ. ഹലോ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ടോപ്പ് സിംഗറിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു ബ്രേക്ക് പോലെയായിരുന്നു ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ. അപ്പം എന്തായാലും വീണ്ടും ഈ കൊച്ചുമക്കളോടൊപ്പം ഒത്തുചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടിരിക്കുകയാണ്. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എനിവേ, അപ്പം എന്തായാലും ഒരു പാട്ട് നമുക്ക് പാടാം. കുറേ നാളായി മൈക്കൊക്കെ പിടിച്ച് പാടിയിട്ടൊക്കെ. അപ്പം എന്തായാലും സ്നേഹക്കുട്ടിയെ വിളിക്കാം. ഒരു അടിപൊളി പാട്ട് തന്നെ ആയിക്കോട്ടെ. സ്നേഹക്കുട്ടി, ഹലോ സർ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖം. എന്താണ് ഈ ഫ്രീ ടൈമിലൊക്കെ എന്തൊക്കെ ചെയ്ത്? ഫ്രീ ടൈമിൽ കുറേ ചെയ്യാറുണ്ട്. അല്ല, എന്തായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഈ ലോക്ക്ഡൌൺ ടൈമൊക്കെ ആയിരുന്നല്ലേ, അപ്പൊ എന്തൊക്കെ ചെയ്ത്? പ്രാക്ടീസ് ചെയ്തിരുന്ന? പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് കീബോർഡൊക്കെ വായിക്കാൻ ശ്രമിച്ചു. ഓക്കെ. എന്നിട്ട് ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിരുന്ന? ഇല്ല, പഠിച്ചില്ല. ഞാൻ വെറുതെ ഓരോ പാട്ട് ഇങ്ങനെ വായിച്ചു നോക്കും. കറക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ട് ആരുടെയെങ്കിലും അടുത്ത്? കീബോർഡ് പഠിക്കുന്നത് നല്ലതാണ്. ഒരു സിംഗർക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ കീബോർഡ് തന്നെ ആയിക്കോട്ടെ പഠിക്കല്. ഓക്കെ, അപ്പൊ പാടാം നമുക്ക്. പാടാം.
എൻ്റെ പേര് അഞ്ജന. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. അതുപോലെ ഫ്ലവേഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ടോപ്പ് സിംഗർ തന്നെയാണ്. ടോപ്പ് സിംഗറിലെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ തന്നെ കാണാറുണ്ട്. തിരക്കിനിടയിലും നമ്മുടെ ടോപ്പ് സിംഗറിലെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാൻ ഒത്തിരി സമയം കണ്ടെത്താറുണ്ട്. എല്ലാം ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ ഓഡിയൻസായിട്ട് വരാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യം കൊറോണ കാലമായതിനാൽ തന്നെ ഓഡിയൻസായിട്ട് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഫ്ലവേഴ്സ് ടി വി നമുക്ക് ഇങ്ങനെയൊരു സാഹചര്യം വീഡിയോയിലൂടെ ഓഡിയൻസായിട്ട് വരാൻ സാഹചര്യം ഒരുക്കി തന്നതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇന്ന് ഓഡിയൻസ് ചോയ്സിൽ എനിക്ക് കേൾക്കേണ്ടത് നമ്മുടെ സ്വന്തം ദേവി കന്യാകുമാരി എന്ന് നമ്മുടെ സ്വന്തം ജഡ്ജസ് വിളിക്കുന്ന നമ്മുടെ വൈഷ്ണവി കേവിയുടെ പാട്ടാണ് എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ വൈഷ്ണവി കേവിയുടെ പാട്ട് എല്ലാം കാണാറുണ്ട്, എല്ലാ കുട്ടികളുടെയും കാണാറുണ്ട്, അതുപോലെ തന്നെ വൈഷ്ണവിയുടെയും കാണാറുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് വൈഷ്ണവി മോളെ. അപ്പോൾ എനിക്കും ഫ്രണ്ട്സിനും നമ്മുടെ എൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടി വൈഷ്ണവി മോള് നല്ലൊരു പാട്ട് പാടിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുകിലുകൾ മേയും മാമഴക്കൊമ്പിൽ
അപ്പൊ നമുക്ക് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. മധുവങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നെഹൽ. കൺഗ്രാറ്റ്സ് നെഹൽ. പൊന്നരിവാളം വിളിയില് കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയില് കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെമി ഫൈനലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാട്ടൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടി കുറുമ്പുകൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് www.flowerstv.in/voting. നമ്മളൊന്ന് ഇന്നുമൊന്ന്, നമ്മളൊപ്പം ഇന്നുമൊപ്പം. കേരളമേ മറ്റേ പാർട്ടിക്ക് കവിളിൽ മറുകണ്ടോ? മറ്റേ പാർട്ടിക്ക് അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സില്. അത് മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യാ? എന്റെ പേര് പണ്ഡിതനാണല്ലോ. കുണ്ഠിതനായ പണ്ഡിതൻ. കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്ദു അരികിലുദിച്ച പോലെ. ചില ഏരിയസ് ഒക്കെ വളരെ സുന്ദരമായിരുന്നു. അനുപല്ലവിയിലുള്ള ബ്യൂട്ടിഫുൾ. ഒരുപാട് പാട്ടുകാരെ പാടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പാട്ടുകാരുടെയൊക്കെ സൈക്കോളജി കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ടും ഞാനും പല എങ്ങനെയാ എന്റെ അയ്യോ പാട്ട് ഇത്രമെങ്കിലും ഒരു ഉഴപ്പനെ ഞാൻ ജീവിതത്തിലുണ്ട്. താങ്ക് യു. ഈ ലോകത്തെ ഏറ്റവും വലിയ ചുന്തിരി ആരാന്നറിയോ? ഒരൊറ്റ ഒരാളേ ഉള്ളൂ. കുളു 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 കുളു. ഒരു സീക്രട്ട് ചോദിക്കട്ടാ? പല്ല് തിരിച്ചു വന്നില്ലെങ്കിൽ പല്ലില്ലാണ്ട് ഇരിക്കേണ്ടി വരും. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ, മുല്ല പോലെ നിലാച്ചില്ല പോലെ. അങ്ങനെയല്ലോ വന്നേ. അത് കറക്റ്റ് താളത്തിന് പാടി കേൾപ്പിക്കാമോ? ഞാൻ കറക്റ്റായിട്ടാ പാടിയ. അപ്പൊ എനിക്ക് തെറ്റിപ്പോയ ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം, നീ പ്രിയ സഖീ